ഹായ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കൊണ്ടുള്ള 4 വിധത്തിലുള്ള സാൻഡ്വിച്ചുകളാണ്. ഇന്ന് നമുക്ക് ബേക്കറിയിൽ പല വിധത്തിലുള്ള സാൻഡ്വിച്ചുകളും അവൈലബിൾ ആണ്. പക്ഷേ നമുക്കത് വാങ്ങിക്കുമ്പോൾ അത് ഫ്രഷ് ആണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇല്ലേ, ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടും ഹെൽത്തി ആയിട്ടും നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നമുക്ക് കുട്ടികൾക്ക് ടിഫിനിൽ കൊടുത്തയക്കാനും വീട്ടിലൊരു ഗസ്റ്റ് വരുന്ന സമയത്തും ചെറിയ പാർട്ടീസ് കുട്ടികളുടെ ഫ്രണ്ട്സ് വീട്ടിൽ വരുന്ന സമയത്തൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയാണ്. സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് സാലഡ് ലീഫ്, പിന്നെ ക്യാപ്സിക്കം, ചോപ്പ് ക്യാപ്സിക്കം, പച്ച ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ ഉള്ളി അരിഞ്ഞു വെച്ചത്, ലറ്റിസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളെ വീട്ടിൽ കക്കിരി, സ്വീറ്റ് കോണ്, സ്പ്രിങ് ഓണിയൻ അതൊക്കെ നമുക്ക് ഏതാണോ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം. പിന്നെ ഞാനിവിടെ കുറച്ച് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചിക്കൻ ഞാൻ 1 കിലോ ചിക്കനോളം ഉണ്ടത്. ഇത് ഞാൻ കുക്കറിൽ ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് ഒറ്റ വിസിലിന് കുക്ക് ചെയ്തെടുത്തു. എന്നിട്ട് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള വൈറ്റ് ബ്രെഡ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വൈറ്റ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ എല്ലാ സ്ലൈസസിലും ഒരേപോലെ നമ്മൾ ബട്ടർ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾക്ക് ഈ വൈറ്റ് ബ്രെഡിലേക്ക് ആവശ്യമുള്ള ചിക്കൻ മാത്രം ഈ ബൗളിലേക്ക് ഇടുക. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ലെറ്റസും മയണൈസും കെച്ചപ്പും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സ് നമ്മൾ ബട്ടറൊക്കെ തേച്ച് വെച്ച് സ്ലൈസ് ഉണ്ടല്ലോ, ബ്രെഡ് സ്ലൈസ്, അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് എല്ലാ സൈഡിലും ആവുന്ന രീതിയിൽ നല്ലോണം ഒന്ന് പരത്തി വയ്ക്കുക. നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ മറ്റേ ബ്രെഡ് സ്ലൈസോ എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ച് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് നല്ലോണം ഒന്ന് അവിടെ സെറ്റായി കിട്ടും. ഒന്ന് പ്രസ് ചെയ്ത ശേഷം നമ്മൾക്ക് കത്തി വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ട്രയാങ്കിളോ 2 പീസായിട്ടോ 4 പീസായിട്ടോ ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് വയ്ക്കാം. നമ്മൾ ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു റാപ്പ് സാൻഡ്വിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു റാപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് പെട്ടെന്ന് വാങ്ങിക്കാൻ കിട്ടില്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമല്ലോ, അപ്പോൾ നമ്മൾ ആട്ടപ്പൊടീൻ്റെ അതേ അളവിൽ നമ്മൾ മൈദയും മിക്സ് ചെയ്ത് ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്താൽ മതി. ഈ റാപ്പിലേക്ക് നമ്മൾ ആദ്യം ബട്ടറാണ് തേച്ചിട്ടുള്ളത്. ബട്ടർ തേച്ച് അതിൻ്റെ മുകളിൽ നമ്മൾ മയണൈസാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇഷ്ടമുള്ള സാലഡ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് വെക്കട്ടോ, തക്കാളിയോ കക്കിരിയോ അങ്ങനെ നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ നമുക്ക് ചോപ്പ് ചെയ്ത് ഇഷ്ടമുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ വെക്കാം. ഇവിടെ ആദ്യം തക്കാളിയാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ചെറുതായി അരിഞ്ഞിട്ടുള്ള ഉള്ളി വെച്ചു. പിന്നെ നമ്മൾ ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, ക്യാപ്സിക്കം വെക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ ചിക്കൻ ഇട്ടു. പിന്നെ ഞാനിട്ടത് സാലഡ് ലീഫാണ്. സാലഡ് ലീഫ് ഇല്ലെങ്കിൽ ലെറ്റ്യൂസോ കുറച്ച് ക്യാബേജ് അതൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. ഇനി ഇത് നമ്മളിവിടെ റോൾ ചെയ്തെടുക്കാൻ പോകണേ. ആദ്യം നമ്മൾ അതിൻ്റെ 2 സൈഡും ഉള്ളിലേക്ക് മടക്കിയ ശേഷം ഈ മോൾ ഭാഗത്തു നിന്ന് താഴോട്ടേക്ക് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് യൂസ് ചെയ്തതാണ് കേട്ടോ. റാപ്പിന് ചെറിയൊരു ഫോൾഡ് ചെയ്യുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിന് എടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് ഫോൾഡ് ചെയ്ത് പൊട്ടിപ്പോകാനും ചാൻസ് ഇല്ല. പിന്നെ നമ്മൾ ആ അറ്റത്ത് ചിലപ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഓപ്പൺ ആയി പോകും. അപ്പോൾ നമ്മൾ കുറച്ച് മയണൈസ് ആക്കിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അത് അവിടെ ഒന്ന് ഒട്ടി നിന്നോളൂ. അതവിടെ നമ്മൾ റാപ്പ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 2 പീസോ 4 പീസോ ഒക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇത് ടിഫിനിലേക്ക് ഒരു ബെസ്റ്റ് ഹെൽത്തി ഓപ്ഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സാൻഡ്വിച്ച് റോളാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു റോൾ എടുത്തിട്ട് 2ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ റോളിലേക്കുള്ള ഫില്ലിംഗ് ആണ് റെഡിയാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് സ്പൈസി ആയിട്ട് നമ്മൾ ചില്ലി സോസാണ് ആഡ് ചെയ്തത്. പിന്നെ ഓണിയൻ, ലെറ്റസ്, അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം, മയണൈസ്, പിന്നെ നമ്മളിവിടെ മൊസറല്ല ചീസും ആഡ് ചെയ്യുന്നുണ്ട് ഇതിൽ. പിന്നെ നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിനനുസരിച്ച് സോസ് യൂസ് ചെയ്യുക. നല്ല സ്പൈസി ആണെങ്കിൽ നമുക്ക് കൂടുതൽ സോസ് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഏത് സോസാണോ ഇഷ്ടമെങ്കിൽ ബാർബിക്യൂ സോസ് ആണെങ്കിൽ അത് ഇഷ്ടമുള്ള സോസൊക്കെ ആഡ് ചെയ്യാം. നമ്മളിവിടെ ചിക്കൻ്റെ ഫില്ലിംഗ് ഒക്കെ ഈ റോളിലേക്ക് നന്നായിട്ട് വെക്കുക. എല്ലാ സ്ഥലത്തും ആവുന്ന രീതിയിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് വെക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മളെ കയ്യിൽ നമുക്ക് എന്താണോ ഇഷ്ടമുള്ളത്, ഞാനിവിടെ സാലഡ് ലീഫ് വെക്കുന്നുണ്ട്, പിന്നെ 2 ടൊമാറ്റോയും വെക്കുന്നുണ്ട്. അപ്പം നമ്മൾ സാൻഡ്വിച്ച് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 2 കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം.
ഇവിടുന്ന് മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ കുറച്ചുകൂടി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വേറൊരു ടൈപ്പ് ബ്രെഡ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, ഞാൻ അതെല്ലാം കൂടി ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മടി പിടിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ദിവസം പെട്ടെന്നായിരിക്കും വല്ല ഗസ്റ്റൊക്കെ വരുന്നുണ്ട് വിചാരിക്കുക. അപ്പോൾ ചിക്കൻ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ബ്രെഡൊക്കെ നമുക്ക് എല്ലായിടത്തും വാങ്ങാൻ കിട്ടുന്നതാണ്. ബ്രെഡ് പിന്നെ നമുക്ക് ബർഗറിൻ്റെ പോലത്തെ ബന്നില്ലേ, അതിലൊക്കെ ഇതിങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്കൊരു പെട്ടെന്ന് ഒരു 5-6 ആൾക്കാർ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് വരുമ്പോഴൊക്കെ നമ്മൾ ഈ ഫ്രൈ ചെയ്തുണ്ടാക്കുന്ന ഓരോ സാധനം ഉണ്ടാക്കുന്നതിനെക്കാട്ടും ഏറ്റവും ടൈം ലാഭം ഇതാണ്. നമുക്കധികം കുക്കിംഗ് ടൈമില്ല. അടുപ്പിൻ്റെ അടുത്ത് ഇരുന്ന് ഇങ്ങനെ ഇളക്കിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നേ. ചിക്കൻ കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളത്ര ചിക്കൻ നമ്മൾ കുക്കറിലിടുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഒരു വിസിൽ വരുന്നവരെ കുക്ക് ചെയ്യുക. അത് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ആ വെള്ളത്തിൽ നിന്ന് നമ്മൾ മാറ്റി വെച്ചിട്ട് നല്ലോണം അത് എല്ലില്ലാത്ത കഷ്ണങ്ങളാക്കിയിട്ട് പിച്ചിയെടുക്കുക. എന്നിട്ട് നമ്മൾ ആ വെള്ളം നമ്മൾ കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ചിക്കൻ്റെ സൂപ്പ് ഉണ്ടാക്കുമ്പോഴോ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴോ ആ ചിക്കൻ്റെ സ്റ്റോക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.